ഹലോ ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞാനിതാ മുടി വെട്ടി. ഇന്നലെ വെട്ടി മുടി കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു കടയിൽ നിന്ന് വെട്ടാറില്ല. ഏത് കടയിലാണോ തിരക്ക് കുറവ് അവിടെ പോയിട്ടാണ് ഞാൻ വെട്ടാറ്. ഇതിനു മുമ്പൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വെട്ടിയിരുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ, സൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അവനിപ്പോൾ എറണാകുളം ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. തിരക്ക് എവിടെയാണോ കുറവ് അവിടെ പോയിട്ട് മുടി വെട്ടും. അങ്ങനെയാണ്. അപ്പം ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ കമ്പനിയിൽ നിന്ന് നോമ്പ് തുറയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള സ്ഥലമാണിത്. നല്ല അടിപൊളി ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. കണ്ടപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തോട്ടെ. അപ്പോൾ ഏതായാലും അവിടെ പോട്ടെ. എത്തിയപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ നേരത്തെ പോകണം എന്നൊക്കെ ഇങ്ങനെ കരുതിയായിരുന്നു. ജുമുഅ കഴിഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങി. പിന്നെ പെട്ടെന്ന് എണീറ്റപ്പോത്തിന് നേരെ 4:30. പിന്നെ കുളിച്ച് നിന്ന് ഫ്രഷ് ആയിക്കാണ്ട് ഞാൻ നേരെ പോയതട്ടോ. എത്തിയപ്പോഴേക്കും അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന്, പിന്നെ കുറച്ച് കമ്പനീൻ്റെ അടുത്തൊക്കെ ഉള്ള അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു നോമ്പ് തുറയായിരുന്നു. എന്താ വെള്ളം കലക്കണ തിരക്കിലാണ്, മറ്റേ ജ്യൂസ് അടിക്കണ തിരക്കിലാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു ജഗവക തിരക്കിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ചോറ് വെച്ച് കൊണ്ടുവരാണ്, അതേപോലെ കറി എല്ലാം സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ചായ ഇവിടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. ബാക്കിയുള്ളവർ വേറെയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണി എത്തി. അതാണ് പയ്യെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ടേബിളിൽ എല്ലാ കാര്യങ്ങളും നിരത്തുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞൊരു ടൈം. 6 മണി 6:15 ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടേബിളിലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാറലൈറ്റ് ആദ്യമായിട്ടുണ്ട് അതുപോലെ ഒരു മാറലൈറ്റിൻ്റെ അടിയിലിരുന്ന് നോമ്പ് തുറക്കണത്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ മാറലൈറ്റ്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ മാറലൈറ്റിൻ്റെ അടിയിലിരുന്നൊക്കെ നോമ്പ് തുറക്കണം. ആ ഒരു ഇത് ഈ ഒരു വർഷം കിട്ടിയേട്ടോ. അങ്ങനെ എല്ലാ ടേബിളിലും സാധനങ്ങളൊക്കെ വെച്ചു. പാറാതിരിക്കുക, അതായത് ടൈം ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ എല്ലാറ്റിൻ്റെ മേലെ ഷീറ്റ്, അതായത് പേപ്പർ ഇട്ട് വെച്ചേക്കാം. ആ ടൈം ആകുമ്പോൾ അതെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇവരെല്ലാവരും നോമ്പ് തുറക്കാനുണ്ട്. കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ കമ്പനീൻ്റെ അടുത്തായിട്ടുള്ള ഓരോ ഫ്രണ്ട്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആ ടൈം ഏകദേശം ആവാറായി. നമ്മളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാനിതാ ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. നോമ്പ് തുറക്കുകയാണ്. ആദ്യം തന്നെ നമ്മളെ നല്ല മിൻറ്റ് ലൈമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, പൊരിക്കടി വക സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ്, എനിക്ക് ഈ പൊരിക്കടിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഫ്രൂട്ട്സിനേറെ കൂടുതൽ ഇഷ്ടം പൊരിക്കടി. ഇനി എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഞാൻ നല്ലോണം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊരിക്കടി. അങ്ങനത്തെ എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കണം. ഒക്കെ കമ്പനിയിലെ സ്റ്റാഫാണ് ഉണ്ടാവുക. അവരൊക്കെ പിന്നെതാ ഞാനിപ്പോൾ ഈ കഴിക്കണ കട്ട്ലേറ്റ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്ത് ടേസ്റ്റ് എന്ന് അറിയാം. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നോൻപാണ്, അതുകൊണ്ട് പറ്റില്ല, അതിന് വർണ്ണിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് സംഭവമായിരുന്നു ആ കട്ട്ലേറ്റ് കേട്ടോ. പിന്നെ പൊക്കവട ആ വക സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായത് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് ജ്യൂസ് നോൻപിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം. അതും സൂപ്പറായിരുന്നു കേട്ടോ. കട്ട്ലേറ്റ് ഞാൻ ആസ്വദിച്ച് കഴിക്കണം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള സൂപ്പർ ബിരിയാണി ആയിരുന്നു. അതും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്.
ഇങ്ങനെതാ മാറി ലൈറ്റിന്റെ അടിയിൽ നമുക്ക് തുറ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ശരി, അത്ര